السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين ما بعد. യാത്രക്കാരൻ്റെ നിസ്കാരമാണ് നമ്മുടെ വിഷയം. വലാ തുസിഹു നിയ്യത്തുൽ ഇഖാമത്തി ബി ബൽദത്തൈൻ ലം യുഅയ്യിൻ മബീത ബി ഇഹ്ദാഹുമാ വലാ ഫി മഫാസത്തിൽ ഗൈരി അഹ്ലിൽ അഖ്ബിയത്തി വലാ ലിഅസ്കരിനാ ബിദാരിൽ ഹർബ് വലാ ബിദാരിനാ ഫി മുഹാസറത്തി അഹ്ലിൽ ബഗി. ഇത്തരം കാര്യങ്ങളാണ്. രണ്ട് നാട്, ഏത് നാടാണ് എന്ന് നിർണ്ണയിക്കാതെ ഇഖാമത്ത് കരുതിയാൽ ശരിയാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖാമത്തിനെ കുറിച്ചല്ലേ. ഒരു നാട്ടിൽ ഒരു മാസത്തിൻ്റെ പകുതി ഇഖാമത്തിനെ കരുതിയാൽ ഓന് ഖസ്റാക്ക ജമാക്ക എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു ഗ്രാമത്തിൽ അതിനേക്കാൾ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ എത്ര വർഷങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിലും ഖസ്റാക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു നാട് എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് ശരിയാവില്ല കേട്ടോ. അവിടെ ഖസ്റാക്കാൻ പറ്റില്ല. രണ്ട് നാടുണ്ട്, ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. വലാ തസീഹു നിയ്യത്തുൽ ഇഖാമത്തി ബൽദത്തൈൻ, രണ്ട് നാടിൽ ഇഖാമത്തിനെ കരുതിയാൽ മതിയാവില്ല. എങ്ങനത്തെ രണ്ട് നാടിലും യുഅയ്യിൻ അൽ മബീത ബി ഇഹ്ദാഹുമ, ഏതിലാണ് അവൻ താമസിക്കുന്നത് എന്ന് അവൻ നിർണ്ണയിച്ചില്ല. അങ്ങനത്തെ രണ്ട് നാട്ടിലെ ഇഖാമത്ത് സഹിയാവില്ല, അവിടെ ഖസ്റിന് അനുവാദമില്ല. വലാ ഫി മഫാസത്തിൻ, മഫാസത്തിനും ഇഖാമത്ത് സഹിയാവില്ല. ഇഖാമത്തിനെ കരുതൽ, മഫാസത്ത് പറഞ്ഞാൽ ജനതാമസമില്ലാത്ത സ്ഥലം. അവർക്ക് പറ്റണമെങ്കിൽ ഗൈരി അഹ്ലിൽ അഖ്ബിയ, അവിടെ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന ആളുകളല്ലാത്തവർക്ക് മഫാസത്തിൽ ഇഖാമത്ത് കരുതിയാൽ ശരിയാവില്ല. കാരണം അത് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. മഫാസത്ത് പറഞ്ഞാൽ മരുഭൂമിയാണ്. അവിടെ മരുഭൂമി താമസിക്കുന്ന ടീമുണ്ട്, ടെൻറ്റൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാത്ത ആളുകൾക്ക് അവിടെ ഇഖാമത്ത് കരുതിയാൽ ശരിയാവില്ല. അതുകൊണ്ട് അവർക്ക് ഖസ്റാക്കാനും പറ്റില്ല, കാരണം നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. ഖിബാഇൻ്റെ ജമ്മാണ് അഖ്ബിയത്ത്, ടെൻറ്റ്, കൂടാരം. രോമ വസ്ത്രം കൊണ്ടൊക്കെ ഉണ്ടാക്കുക. എന്തായാലും ടെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം പറ്റും. ടെൻറ്റ് കെട്ടി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 15 ദിവസത്തിൻ്റെ താഴെ ഇഖാമത്ത് കരുതിയാൽ അത്രയും സമയം അവർക്ക് എന്ത് ചെയ്യുക, ഖസ്റാക്കാവുന്നതാണ്. വലാലി അസ്കരിനാ ബിദാരിൽ ഹർബ്, ശത്രുക്കളുടെ നാട്ടിലാണ് നമ്മളുള്ളത്, നമ്മുടെ സൈന്യം ഉള്ളത്. ആ സൈന്യത്തിന് ഖസ്റാക്കാൻ പറ്റില്ല. ഇഖാമത്തിനെ കരുതിയാൽ സഹിയാവൂല. കാരണം അവരിപ്പോൾ ഒരു ഖറാറാണോ ഫിറാറാണോ എന്ന് അറിയില്ല അവരെ കാര്യത്തിൽ. ഇപ്പോൾ അവിടെ നിൽക്കുമോ നിൽക്കൂലേന്ന്. കാരണം ദാറുൽ ഹർബിലാണ് നമ്മുടെ സൈന്യം ഉള്ളത്. നാലാമത്തത് വലാ ബിദാരിന ഫി മുഹാസറത്തി അഹ്ലിൽ ബഗി, ഈ അഹ്ലുൽ ബഗി അതായത് ആഭ്യന്തര കലാപം നടത്തുന്ന ആൾക്കാരില്ലേ, ഭരണകൂടത്തിനെതിരെ റിബലുകൾ, അവർ തടഞ്ഞ അവസ്ഥയിൽ, അവർ നമ്മളെ തടഞ്ഞു വെച്ച അവസ്ഥയിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇഖാമത്തിനെ കരുതൽ. നമ്മുടെ പട്ടാളക്കാർക്ക്, അസ്കറിന്, സൈന്യങ്ങൾക്ക് ഇഖാമത്തിനെ കരുതൽ സഹിയാവൂല. ഭരണകൂടത്തിനെതിരെ ഒരു സമാന്തര ഭരണകൂടം നമ്മളെ എന്ത് ചെയ്യുകയാണ്, തടഞ്ഞിട്ടിരിക്കുകയാണ്, ഉപരോധിച്ചിരിക്കുകയാണ്. അതിനാ മുഹാസറത്ത് എന്നറിയാം, ഉപരോധിക്കുന്നതിന്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പില്ലല്ലോ അവിടെ. ബിസ്മില്ലാ. ഷാഫിഈ മദ്ഹബിൽ യാത്രക്കാരൻ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പറ്റില്ല എന്നൊരു നിയമമുണ്ട്. യാത്രക്കാരനല്ലാത്ത ആളോട് തുടരാൻ പറ്റില്ല എന്നൊരു നിയമമുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ ചെയ്യാവൂല. നമ്മുടെ മദ്ഹബിൽ എന്താ പറയുന്നത് നോക്കുക. വൈനിഖ്തദാ മുസാഫിറും ബി മുഖീമിൻ, ഒരു യാത്രക്കാരനല്ലാത്തൊരു മുഖീമിന്, മുഖീമാണ് നമ്മുടെ ഉദ്ദേശം യാത്രക്കാരനായ മുഖീമെന്നല്ല,
യാത്രക്കാരനല്ലാത്ത 4 നിസ്കരിക്കേണ്ട മുഖീമിനോട് തുടർന്നാൽ ഫിൽ വക്തി, അത് സമയത്തിലാണെങ്കിൽ തുടർച്ച സഹിയാകും. പക്ഷേ വാത്തമ്മഹ അർബ 4 റക്കാത്തായിട്ട് പൂർത്തിയാക്കണം. കാരണം ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. ഇതൊന്നും കണക്ക് ബാധകമല്ല. ഇല്ല. വബഅദഹു, സമയം പുറപ്പെട്ടതിന് ശേഷമാണ്, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് തുടരുന്നതെങ്കിൽ ലാ യസിഹു, തുടർച്ച സഹീഹും അല്ല. സമയത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഖളായിട്ട് നടത്താം. കാരണം അവൻ്റെ ഫർള് സമയം പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരില്ല എന്നുള്ളതാണ് അത്രയും കാരണം. സമയം കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ കഴിയില്ല. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഈ യാത്രക്കാരൻ നാട്ടിൽ താമസിക്കുന്ന ആളെ തുടർന്നാൽ അവിടെ അന്നേരം ഈ നിയമം ബാധകമല്ല. അതെ അതെ അതെ, ബാധകമല്ല. തിരിച്ചാണെങ്കിൽ പറ്റും. യാത്രക്കാരനല്ലാത്തയാൾ യാത്രക്കാരനോട് തിരിച്ചായാൽ പറ്റും. ഫീഹിമ, അത് സമയത്തിനുള്ളിലാണെങ്കിലും സമയം ഖളാ ആയതിനു ശേഷമാണെങ്കിലും പറ്റും. രണ്ട് സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞത് എന്താ, സമയം കഴിഞ്ഞാണെങ്കിൽ പറ്റൂല, സമയത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പറ്റും എന്നല്ലേ പറഞ്ഞേ. ഇവിടെ തിരിച്ചാകുമ്പോൾ 2 രീതിയിലും പറ്റും. യാത്രക്കാരനോട് മുഖീമ് തുടരലേ ആ നിസ്കാരത്തിൻ്റെ സമയത്തും പറ്റും, നിസ്കാരത്തിൻ്റെ സമയം പുറപ്പെട്ട് ഖളായിന് ശേഷം പറ്റും. ഫീഹിമ, 2 സമയത്തും 2 സന്ദർഭത്തിലും. നേരെ തിരിച്ച് അബി അക്സിഹി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചും സ്വഹ പറ്റും. തിരിച്ച് എന്ന് പറയുമ്പോൾ മുഖീമ് മുസാഫിറിനോട് യാത്ര ചെയ്യാം. നേരെ തിരിച്ച് എന്നല്ലേ അക്സ് പറഞ്ഞാലേ. അതെ, അത് പറ്റും. അത് 2 രൂപത്തിലും പറ്റും. ഫീഹിമ, സമയം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ സമയം പുറപ്പെട്ടാലും പറ്റും. ഇനി അങ്ങനെ ആകുമ്പോൾ ഈ ഇമാം എന്ത് പറയണമെന്ന് വെച്ചാൽ, നുദിബലിൽ ഇമാമി അയ്യക്കൂല അത്തിമോ സ്വരാത്തക്കും ഫൈനി, ഞാൻ യാത്രക്കാരനാണ്, നിങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കിക്കോളൂ എന്ന് പറയൽ സുന്നത്താണ്. സലാം വീട്ടിയതിന് ശേഷം അയാൾ 2 റക്അത്തിൽ നിസ്കരിക്കുള്ളൂ. ഓക്കെ. വയംബഗി യഖൂല ദാലിക ഖബല ശുറൂഇ ഫിസ്ലാത്തി, നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പറയലാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ യാത്രക്കാരനാണ്, ഞാൻ 2 റക്അത്താകുമ്പോൾ സലാം വീട്ട് നിങ്ങൾ പൂർത്തിയാക്കി നിസ്കരിക്കണം എന്ന് പറയൽ സുന്നത്താണ്. കാരണം തുടക്കത്തിലെ അവ്യക്തത വരൂല. വലാ യഖറഉൽ മുഖീമു ഫീമാ യുത്തിമുഹു ബഅദ ഫറാഗി ഇമാമിഹി അൽ മുസാഫിർ ഫിൽ അസ്സഹി. ഇപ്പോൾ 2 റക്അത്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചു, ഇനി അയാൾക്ക് 2 റക്അത്തൂടെ നിസ്കരിക്കാനുണ്ടല്ലോ. അപ്പം ഇനി എന്ത് ചെയ്യണ്ട, ഇനി ബാക്കിയുള്ള നിസ്കാരത്തിൽ അയാൾ ഖുർആൻ ഓതേണ്ടതില്ല. ബാക്കിയുള്ള 2 റക്അത്തിൽ അയാൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല. വലാ യഖറഉ അൽ മുഖീമു, മുഖീമായ ഈ മഅ്മൂമ് ഓതരുത്. ഫീമാ യുത്തിമുഹു, അതിന് പൂർത്തിയാക്കുന്ന നിസ്കാരത്തിൽ. എപ്പോൾ പൂർത്തിയാക്കുന്നത്? ബാദ ഫറാഖ് ഇമാമിഹിൽ മുസാഫിർ, യാത്രക്കാരനായ ഇമാമ് നിസ്കാരത്തിൽ വിരമിച്ചതിന് ശേഷം അയാൾ പിന്നെ പൂർത്തിയാക്കുന്ന 1 റക്അത്തോ 2 റക്അത്തൊക്കെ ഉണ്ടാവില്ല, അതിൽ അയാൾ ഖുർആൻ ഓതാൻ പാടില്ല. കാരണം ഇമാമിൻ്റെ കൂടെ നിസ്കാരത്തിൻ്റെ ആദ്യം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഖിറാഅത്തിന് എന്നുള്ള ഫർദ് വീടിയല്ലോ. ഫായിതത്തു സഫരി വൽ ഹദ്രി തുഖ്ലാ റക്അത്തൈനി വഅർബഅൻ, മറ്റൊരു വിഷയം. അല്ല, അപ്പോഴേ ഈ ഒന്നും ഓതണ്ടെന്ന് പറയുമ്പോൾ വെറുതെ റുകൂഉം സുജൂദും എഴുന്നേറ്റ് നിന്നാണ് ചെയ്താൽ മതി. അങ്ങനെയല്ലേ അടുത്ത് മനസ്സിലാണത്. ശരി. ഓക്കെ. കുറേ വിശദീകരണങ്ങളുണ്ട് അവിടെ എന്തൊക്കെയൊക്കെ. പിന്നെ അത് നോക്കുക, ഈ യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുമ്പോൾ എത്ര റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. അത് ഫായിതത്തു സഫരി വൽ ഹദ്രി, യാത്രയിലാണെങ്കിലും
ഹദറിലാണെങ്കിലും നഷ്ടപ്പെട്ട നിസ്കാരം തുക്ലാ റക്കാത്തൈനി വറബാൻ 2 റക്കാത്തായിട്ടും ഖലാവ് വീട്ടുക, 4 റക്കാത്തായിട്ട് എന്ത് ചെയ്യുക, ഖലാവ് വീട്ടുക. ഫായിത്തത്തു സഫരി വൽ ഹദരി, യാത്രയിൽ നിസ്കരിക്കുമ്പോൾ യാത്രയിൽ ഖലാവ് വിട്ടതും യാത്രയിലല്ലാത്തപ്പം ഖലാ നിസ്കാരം, യാത്രയിൽ ഖലാവ് വിട്ടുമ്പോൾ എന്ത് ചെയ്യുക, 2 റക്കാത്തായിട്ട് നിസ്കരിക്കുക, വറബാൻ 4 റക്കാത്തായിട്ടും നിസ്കരിക്കാവുന്നതാണ്. വൽ മുഅ്തബറു ഫീഹി ആഖിറുൽ വഖ്തി, ഇതിൽ പരിഗണിക്കപ്പെടുക 4 ആണോ 2 ആണോ എന്നൊക്കെ പരിഗണിക്കപ്പെടുന്നത് ആഖിറുൽ വഖ്തി, സമയത്തിൻ്റെ അവസാനം നോക്കിയിട്ടാണ്. അതായത് സമയത്തിൻ്റെ അവസാന യാത്രക്കാരനാണോ, തുടക്കത്തിലാവണമെന്നില്ല, അവൻ്റെ സമയത്തിൻ്റെ അവസാനം മുസാഫിറാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സമയത്തിൻ്റെ അവസാനം മുഖീമായിട്ടുണ്ടെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം. ഇതാണ് നോക്കുക. ഒരു മുഅ്തബറു ഫീഹി, 4 ആണോ 2 ആണോ എന്നതിൽ പരിഗണിക്കപ്പെടുന്നത് സമയത്തിൻ്റെ അവസാനമാണ്. ഓക്കെ, വളരെ ക്ലിയർ ആണല്ലോ അല്ലേ? വയബ്തുലുൽ വത്നുൽ അസ്ലിയു ബി മിസ്ലിഹി ഫഖത്ത്, ഇനി അസ്ലിയായ വത്തനിലേക്ക് തിരിച്ചെത്തിയാൽ ഖസറാക്കാൻ പറ്റൂലല്ലോ, അതിന് തുല്യമായതുകൊണ്ട് മാത്രമേ ബാത്തിലാവുള്ളൂ. അതായത് അസ്ലിയായ വത്തന് എന്നുള്ളത് നഷ്ടപ്പെടണമെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോയാൽ നഷ്ടപ്പെടില്ല. അസ്ലിയായ വത്തനിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴേ എന്താവുള്ളൂ, അവൻ്റെ സ്വദേശം എന്നുള്ളത് നഷ്ടപ്പെടുള്ളൂ. അതുവരെ അവൻ ഖസ്റാക്കാവുന്നതാണ് എന്ന് ചുരുക്കം. അല്ലാതെ ഇഖാമത്തിൻ്റെ നാട് നോക്കണ്ട, യാത്ര കൊണ്ടൊന്നും ബാത്തിലാവില്ല. അസ്ലിയായ വത്തന് ബിമിസ്ലിഹി ഫഖത്ത്. ഇത് അടുത്ത പാരഗ്രാഫ് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. വേബത്തുൽ വത്തനുൽ ഇഖാമത്ത്, ഇഖാമത്തിൻ്റെ നാട് ബാത്തിലാകും. ബിമിസ്ലിഹി, അതിന് തുല്യമായ ഒരു ഇഖാമത്തിൻ്റെ നാട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ബാത്തിലായി, പിന്നെ രണ്ടാമത് യാത്ര തുടങ്ങണം. സ്വദേശം എന്നുള്ളത് എന്താവില്ല, വേറെയുള്ള നാട് വന്നുകൊണ്ടൊന്നും ബാത്തിലാവില്ല, യാത്ര അവിടെ തന്നെ തുടങ്ങിയത്. ഇഖാമത്തിൻ്റെ വത്തന് ബാത്തിലാവൽ എപ്പോഴാണ്, ബിമിസ്ലിഹി അതുപോലെയുള്ള ഒരു നാട് കൊണ്ടാണ്. ഇൻഷായി സഫരി, ഇനി അതിനുശേഷം എന്ത് ചെയ്തു, യാത്ര ആരംഭിക്കുക എന്ന് കരുതി, അപ്പോഴും ബാത്തിനായി. വൽ അസ്ലിയായ നാടുകൊണ്ട് ബാത്തിലാകും. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് യാത്ര ആരംഭിച്ചു, എന്നിട്ട് അയാൾ സ്വദേശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ യാത്ര ബാത്തിലായി. കാരണം സ്വദേശത്തേക്ക് തിരിച്ചു വന്നല്ലോ. ഇഖാമത്തിൻ്റെ വത്തന് ബാത്തിലാവും, മിസ്രി അതിനോട് തുല്യമായതുകൊണ്ട് എന്നാണ്. ഇഖാമത്തിൻ്റെ വേറൊരു നാട് എത്തിക്കഴിഞ്ഞാൽ ആ യാത്ര അവിടെ തീരുന്നു, പിന്നെ രണ്ടാമത്തെ യാത്രയാണ് അവിടെ തുടങ്ങുന്നത്. നിങ്ങളൊരു സ്ഥലത്ത് ഇഖാമത്തിനെ കരുതിയാലേ നേരത്തെ തുടങ്ങിയ യാത്ര തീർന്നു, ഇനി ഇവിടുന്ന് പുതിയ തുടങ്ങണം. അല്ലെങ്കിൽ യാത്ര ആരംഭിച്ചാൽ എന്ത് ചെയ്യും, അപ്പോഴും പഴയ യാത്ര ക്യാൻസലായി, ഇനി പുതിയതാണ് വരിക. പഴയ സ്ഥലം കൂട്ടൂല, പിന്നെ ദൂരമൊക്കെ നോക്കണ്ടേ. എന്താ അസ്ലിയായ വത്തന് പറഞ്ഞാൽ ഹുവല്ലദീ വുലിദ ഫീഹി, മനുഷ്യൻ ജനിച്ച നാടിനാണ് വത്തനി, അസ്ലി വത്തനി എന്ന് പറയാം. ഔ തസബജ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച നാടിനും പറയാം. ഔലം എത്തസബജ്, അല്ലെങ്കിൽ അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. വ കസദ തായുഷ, അവിടെ ഉപജീവനം ഉദ്ദേശിച്ചിട്ട് അവിടെ താമസിക്കുകയാണ്. ലൽ ഇർത്തിഹാൽ അനുഭവം, അവിടുന്ന് യാത്ര പോകാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് വത്തനുൽ അസ്ലി എന്ന് പറഞ്ഞത്. ഓൻ്റെ നാടോ കല്യാണം കഴിച്ച നാടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, അവന് ഉപജീവന മാർഗം തേടുന്ന നാടിനാണ് അസ്ലിയായ വത്തന് എന്ന് പറയാം. അപ്പോൾ വത്തനുൽ ഇഖാമത്തി മൗദിഉൻ, ഈ ഇഖാമത്തിൻ്റെ വത്തന് എന്ന് പറഞ്ഞാൽ എന്താ, മൗദിഉൻ നവൽ ഇഖാമത്ത് ഫീ നിസ്ഫ ഷഹ്രിൻ ഫമാ ഫഖോ, അരമാസമോ അതിൽ കൂടുതലോ താമസിക്കാൻ ഉദ്ദേശിച്ച നാട് എന്നാണ്. അപ്പം എന്ത് ചെയ്യും, അവിടുന്ന് ഞാൻ അത്ര ഉദ്ദേശിക്കുന്നില്ല, അവിടെ ഉപജീവനം, അവിടെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇർത്തിഹാലാനോ, അവിടുന്ന് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇഖാമത്തിൻ്റെ വത്തന് എന്ന് പറഞ്ഞാൽ മൗദിഉൻ നവൽ ഇഖാമത്ത് ഫീ, അവൻ താമസിക്കാൻ കരുതിയ ഒരു സ്ഥലം. എത്ര കരുതി, നിസ്ഫ ഷഹ്രിൻ, ഒരു മാസത്തിൻ്റെ പകുതി, ഫമാ ഫൗഖ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ. അതോടുകൂടി അവൻ്റെ യാത്ര അവിടെ അവസാനിച്ചു. അപ്പോൾ പിന്നെ അവിടെ യാത്ര അവസാനിച്ചു, പഴയത് ബാത്തിലായി.
അവിടെ ആ നാട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കണം. കാരണം അവനെന്ത് ചെയ്തു, അവിടെ യാത്ര അവസാനിപ്പിക്കാൻ എന്തായി ഉദ്ദേശിച്ചല്ലോ. ഇഖാമത്തിൻ്റെ വത്തിന് അതിൻ്റെ മിസ്ലുകൊണ്ട് ബാത്തിലാകും എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. വലം യഅ്തബിർ അൽ മുഹഖിഖൂന വതന സുക്ന, താമസ സ്ഥലം ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഗൾഫിലോ മറ്റോ ഒക്കെ പോയിട്ട് സുക്നൻ്റെ വത്തനെ അവർ പരിഗണിക്കുന്നില്ല. ഉഹമാ എനിവിൽ ഇഖാമത്ത് ഫീഹി ദൂന നിസ്ഫ് ശൈരിൻ, അരമാസത്തിൽ താഴെ താമസിക്കാൻ കരുതിയ സ്ഥലമാണ് എന്ത്, വത്തനുൽ സുക്ന. അപ്പോൾ ആ യാത്രക്കാരനാണെങ്കിൽ അയാളെ ഇഖാമത്തിൻ്റെ വത്തനം എന്താവില്ല, അതുകൊണ്ട് ബാത്തിലാവൂല, യാത്രയും ബാത്തിലാവൂല എന്നർത്ഥം. കാരണം 15 ദിവസത്തിൽ കുറച്ചേ അവിടെ താമസിക്കാൻ കരുതുന്നുള്ളൂ. 15 ദിവസമോ അതിൽ കൂടുതലാവുമ്പോഴാണ് വത്തനുൽ ഇഖാമത്ത് എന്ന് പറയുന്നത്. ഈ വത്തനുൽ ഇഖാമത്ത് ബാത്തിലാകണമെങ്കിൽ അതുപോലെയുള്ളൊരു വത്തനുൽ ഇഖാമത്ത് വരണം, അതുവരെ യാത്ര തുടരും. ഇവിടെ 15 ദിവസത്തിലധികം കരുതി യാത്ര തുടർന്നു. ഇനി അത് ബാത്തിലാവണമെങ്കിൽ ഒന്നിക്ക് എന്ത് ചെയ്യണം, വത്തനുൽ അസ്ലിയിലേക്ക് തിരിച്ചു പോകണം. അതല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം, 15 ദിവസത്തിലധികം താമസിക്കാൻ കരുതണം. അപ്പോഴേ എന്താ ഉള്ളൂ, ഈ യാത്ര മുറിയുള്ളൂ. യാത്ര മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനുകൂല്യവും മുറിയും. ഇനി വത്തനുൽ അസ്ലി ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ വത്തനുൽ അസ്ലിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് എന്താവുക, അയാൾ യാത്ര അവസാനിക്കുക. അതുവരെ അയാൾ യാത്രയിലാണ്. നിങ്ങൾ കോട്ടയത്തു നിന്നാണ് യാത്ര പുറപ്പെട്ടത്, നിങ്ങളതിൻ്റെ ഇടയ്ക്ക് വേറെ യാത്ര ഒന്നുമില്ലെങ്കിൽ അവിടെ വത്തനുൽ അസ്ലിയിലേക്ക് തിരിച്ചു വരലിലൂടെ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ ജനിച്ചൊരു നാടുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ച നാടുണ്ട്, ആ നാട്ടിലേക്ക് എത്തിയാൽ യാത്ര അവസാനിച്ചു എന്നർത്ഥം. കാരണം വത്തനുൽ അസ്ലി അതിനെ പോലെയുള്ളത് കൊണ്ട് ബാത്തിലാവെന്ന് പറഞ്ഞില്ലേ. വത്തനുൽ അസ്ലി എന്ന് പറഞ്ഞാൽ കുറേ പെട്ടില്ലേ, ജനിച്ച നാട്, ഭാര്യൻ്റെ നാട്, അല്ലെങ്കിൽ അവൻ ഉപജീവനം നടത്തുന്ന നാട്. ഇവിടെ എവിടേക്കെത്തിയാലേ യാത്ര അവസാനിച്ചു, പരിഗണിക്കുള്ളൂ. നമ്മളെ ഷാഫി മദ്ഹബിലില്ല, ഒരാൾ ജനിച്ച് താമസിച്ച് ഉറപ്പിച്ച ആ നാടിന് മാത്രമേ വത്തനുൽ അസ്ലി എന്ന് പറയുള്ളൂ. ഇപ്പം നിങ്ങൾ ഉപജീവനം നടന്ന് താമസം മാറാത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ യാത്ര അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഭാര്യൻ്റെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും യാത്ര അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ പോയടത്തേക്ക് തന്നെ എത്തണ്ടെന്നർത്ഥം. ഈ ഇഖാമത്തിൻ്റെ വത്തനം എന്ത് ചെയ്യും, അതിന് പോലെയുള്ളത് കൊണ്ടാണ്. ഇഖാമത്തിൻ്റെ വത്തനം എന്ന് പറഞ്ഞാൽ അരമാസത്തിൽ കൂടുതൽ താമസിക്കാൻ കരുതി ഒരു സ്ഥലത്ത്, അത് എവിടെ കരുതിയാലും അതോടുകൂടിയാണ് യാത്ര അവസാനിച്ചു. അല്ലെങ്കിൽ വത്തനുൽ അസ്ലിയിലേക്ക് എത്തൽ കൊണ്ടും യാത്ര അവസാനിച്ചു. അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായില്ല, യാത്ര അവിടെ അവസാനിച്ച് പുതിയത് തുടങ്ങാൻ കരുതി, അപ്പോഴും യാത്ര അവസാനിച്ചു. ഇപ്പോൾ കുറേയൊക്കെ ക്ലിയർ അല്ലേ? വത്തനുൽ സുക്ന കൂട്ടില്ല, 15 ദിവസത്തിൽ താഴെ ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതി എന്നതുകൊണ്ട് യാത്ര ബാത്തിലാകൂല, യാത്രയിൽ തന്നെയാണ് അയാൾ. യാത്ര ബാത്തിലാകാതെ തന്നെ യാത്ര അവസാനിക്കുക എന്നാണ്. യാത്ര ബാത്തിലാവില്ല എന്നാണ് ആ യാത്രയിൽ തുടരുക തന്നെയാണ്. ഇൻഷാല്ലാഹ് സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാ തഅ്വീലൽ ഖുർആൻ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖില വജഅൽനാ മിൻ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهم كما ربونا صغارا ولمن ماتوا منا ولجميع المؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.